സമയങ്ങളിൽ 5 അവസരങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു 5 അവസരം വരാനുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ വരാത്ത ഇനി വരാനിരിക്കുന്ന ഒരു 5 അവസരം, 5 സമയങ്ങൾ ഞാനും നിങ്ങളും നേരിടേണ്ടവരാണ്. ആ 5 സമയങ്ങളിൽ എന്നിലും നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ 5 സമയങ്ങളിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു 5 അവസരം വരാനുണ്ട്, വന്നിട്ടില്ല. അത് വരാനിരിക്കുന്ന അവസരമാണ്. ഈ 5 അവസരം ഈ ദുനിയാവിലുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും ജീവിതത്തിൽ കടന്നുവരും. എല്ലാവരുടെ ജീവിതത്തിലും കടന്നുവരും, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരും. ആ 5 അവസരങ്ങളിൽ നിനക്ക് തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ടോ, നിസ്കാര തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ടോ, താടിക്ക് നീളമുണ്ടെന്ന് പറഞ്ഞിട്ടോ, ഹജ്ജ് ചെയ്തെന്ന് പറഞ്ഞിട്ടോ, ഉംറ ചെയ്തെന്ന് പറഞ്ഞിട്ടോ, പള്ളി കെട്ടിക്കൊടുത്തെന്ന് പറഞ്ഞിട്ടോ, പള്ളിയിലെ ഖതീബാണെന്ന് പറഞ്ഞിട്ടോ, പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ 5 സമയങ്ങളിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണയില്ലാതെ, പടച്ചവന്റെ കാരുണ്യമില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാനിരിക്കുന്ന 5 അവസരങ്ങൾ, ആ 5 അവസരങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പ്രവാചകൻ ഇവിടെന്ന് പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുമ്പോൾ സ്വഹാബികളെ മുത്തുനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അള്ളാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ആ 5 സമയങ്ങൾ ഏതാണ് നബിയേ? മുത്തുനബിയോട് അവിടെ തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോൾ ഈമാനുണ്ടെന്ന് പറഞ്ഞ്, വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ്, നിസ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, ഖുർആൻ ഓതുന്നുണ്ടെന്ന് പറഞ്ഞ്, സ്വലാത്തുകൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞ്, കഴിവിന്റെ പരമാവധി സദഖ കൊടുക്കുമെന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ വഅലിന്റെ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഈ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 5 അവസരങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. 5 അവസരങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിപരനായ അല്ലാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ അനുചരന്മാര് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒന്ന് പറഞ്ഞതാ നബിയേ, 5 സമയങ്ങളൊന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ച റബ്ബിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ഒന്നാമത്തെ സമയം എപ്പോഴെന്നറിയുവോ? മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. അല്ലാഹുവേ, ആ പേര് കേൾക്കുമ്പോഴേ നമുക്ക് വല്ലാത്ത പേടിയാണ്. പക്ഷേ നമ്മൾ എത്ര പേടിച്ചാലും ഒരു ദിവസം നമ്മുടെ കണ്ണിന്റെ മുന്നിലേക്ക് ഈ മലക്ക് കടന്നു വരുമല്ലോ. ഇന്ന് വരെ മലക്കുകളെ കാണാത്ത ഞാനും നിങ്ങളും പടച്ചവനെ, ഒരു ദിവസം മലക്കുൽ മൗത്തിനെയും തന്റെ കൂടെ വരുന്ന 70,000 മലക്കുകളെയും അല്ലാഹു തന്ന നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഒരു ദിവസം കാണേണ്ടി വരുമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, ഫകശഫിനാ അൻക ഇതാക ഫബസറുകൽ യൗമ ഹദീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും മലക്കുൽ മൗത്തിനെ കാണേണ്ടവരാണ്. അല്ലാഹുവേ, അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിനെ എന്തായാലും നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നിന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. അല്ലാഹുവേ, പടച്ചവനെ കാണേണ്ട താമസമുണ്ടല്ലോ. എത്ര വലിയ ആരോഗ്യവാനാകട്ടെ, എത്ര വലിയ സമ്പത്തുള്ളവനാകട്ടെ, എത്ര
എത്ര വലിയ അധികാരമുള്ളവനാകട്ടെ, പടച്ചവനെ ഏത് മനുഷ്യനാണെങ്കിലും ആ മലക്കുൽ മൗത്തിനെയും തന്റെ അനുയായികളെയും അവിടെ നിന്ന് കാണുമ്പോൾ അവിടെ നിന്ന് പിടഞ്ഞ് താഴേക്ക് വീഴുകയാണ്. അവിടെ നിന്ന് പിടഞ്ഞങ്ങ് താഴേക്ക് വീഴുകയാണ്. ഈ മലക്കുകൾ മുഴുവനും നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് കടന്നു വന്നു. 70,000 മലക്കുകൾ, 70,000 പേരെ ഇന്ന് വരെ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? എങ്കിൽ 70,000 മലക്കുകൾ രണ്ട് കാലിൽ നടക്കുന്ന, ഒരു കൊതുക് കടിക്കുന്ന വേദന പോലും സഹിക്കാൻ കഴിയാത്ത, എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിട്ട് അതാ പടച്ചറപ്പിനെ മറന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യരോട് മലക്ക് പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാകിയ വകീല മൻ റാക വظن أنه الفراق والتفت الساق بالساق. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. മലക്കുകൾ ചുറ്റുഭാഗത്ത് നിന്നിട്ട് പറയുകയാ, എടാ നിനക്ക് രാഷ്ട്രീയ ബലമുണ്ടായിരുന്നല്ലോ, നിനക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നല്ലോ, നിനക്ക് ഒരുപാട് ആരോഗ്യമുണ്ടായിരുന്നല്ലോ, എന്തിനു വിളിച്ചാലും വരാൻ കൂടെ ആളുണ്ടായിരുന്നല്ലോ. അല്ലാഹുവേ, അവിടെ നിന്ന് മലക്കുകൾ പറയുന്നു, എന്നാൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുകയാണ്, നിന്റെ റൂഹ് പിടിക്കാൻ പോകുകയാണ്. നിന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവരെ വിളിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്തും തന്റെ അനുയായികളും എന്റെയും നിങ്ങളുടെയും ചുറ്റുഭാഗത്തിരുന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ. എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറ് കൊണ്ട് അല്ലാഹുവേ അവിടെ നിന്ന് ശരീരത്തിൽ അടിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. കാലിന്റെ തള്ളവൽ നിന്നാണ് തുടങ്ങുന്നത്. പടച്ചവനെ, ഒരു വിഭാഗം 70,000-നെ 4ആയി തിരിക്കുകയാണ്. ഒരു വിഭാഗം മുട്ടുവരെ, രണ്ടാമത്തെ വിഭാഗം അരവരെ, മൂന്നാമത്തെ വിഭാഗം നെഞ്ചുവരെ, നാലാമത്തെ വിഭാഗം തൊണ്ടക്കുഴി വരെ. എന്നിട്ട് ഇവരെല്ലാവരും തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് അല്ലാഹുവേ എന്റെയും നിങ്ങളുടെയും കൈകാലുകളിൽ 70,000 മലക്കുകൾ പിടിച്ചു വെക്കുകയാ. അല്ലാ, ആ സമയത്ത് തലയുടെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നമ്മുടെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് അങ്ങോട്ട് പിടിക്കുന്ന സമയമുണ്ടല്ലോ, നമ്മുടെ ആത്മാവിനെ വലിച്ചെടുക്കുന്ന നമ്മുടെ റൂഹുണ്ടല്ലോ, നമ്മുടെ ജീവനുണ്ടല്ലോ, ആ ജീവനെ അങ്ങോട്ട് പിടിച്ചെടുക്കുന്ന സമയത്ത് നിനക്ക് നല്ലതുപോലെ പറയാനറിയുന്ന, നല്ല ഓർമ്മയുള്ള, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാനറിയുന്ന, കള്ളുകുടിയനാണെങ്കിലും വ്യഭിചാരിയാണെങ്കിലും പലിശ തിന്നുന്നവനാണെങ്കിലും നിസ്കരിക്കാത്തവനാണെങ്കിലും എല്ലാ മുസ്ലിമിനും പറയാനറിയുന്ന ഒരു ദിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയാനറിയാത്ത ഒരു മുസ്ലിമും ഈ ലോകത്തുണ്ടാകില്ല. നിസ്കരിക്കാൻ അറിയാത്തവനും ഇത് പറയാനറിയാ, പള്ളിയിൽ കയറാത്തവനും ഇത് പറയാനറിയാ, ഖുർആനിലെ ഒരായത്ത് പോലും ഓതാൻ അറിയാത്തവനും ഇത് പറയാനറിയാ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും പറയാനറിയുന്ന ഒരു ദിക്റാണ്. ഓരോ മനുഷ്യനും നിസ്കാരം കഴിഞ്ഞ് 10 പ്രാവശ്യം പറയുന്നുണ്ട്, 50 പ്രാവശ്യം ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് പറയുന്നു. അല്ലാതെ ജീവിതത്തിൽ കോടാനി 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 പ്രാവശ്യം പടച്ചവനെ അല്ലാഹു തന്ന ആയുസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു 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 ഞാനും നിങ്ങളും നമ്മുടെ നാവിനെ പഠിപ്പിച്ചവരാട്. എങ്കിലും എന്റെ പ്രിയമുള്ളവരെ, ആ തുണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് മലക്കുൽ മൗത്ത് റൂഹ് അങ്ങോട്ട് പിടിക്കുന്ന സമയം ലാ ഇലാഹ എന്ന് നിന്റെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ, പടച്ചവൻ ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ, പടച്ചവനെ സ്നേഹിച്ചവർക്കല്ലാതെ അത് പറയാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. വാപ്പാ തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട്, താടിയുണ്ടെന്ന് പറഞ്ഞിട്ട്, ഹജ്ജ് ചെയ്തെന്ന് പറഞ്ഞിട്ട്, ഉംറ ചെയ്തെന്ന് പറഞ്ഞിട്ട്, സദഖ കൊടുത്തെന്ന് പറഞ്ഞിട്ട്, അല്ലാഹുവേ നിനക്കത് പറയാൻ കഴിയുമെന്ന് നീ കരുതുന്നെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ വേണ്ട. അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ മുന്നിലിരിക്കുന്ന സഹാബത്തിനോട് അവിടെന്ന് പറഞ്ഞു, സഹാബാ ഉറപ്പിക്കല്ലേ സഹാബാ, ചെയ്തു വെച്ചിരിക്കുന്ന അമലുകളുടെ വലിപ്പം കണ്ടിട്ട്, ചെയ്തു വെച്ചിരിക്കുന്ന അമലുകളുടെ വലിപ്പം കണ്ടിട്ട് നിനക്കങ്ങ് പെട്ടെന്ന് സാധിക്കുമെന്ന് നീ ഒരുപാട് സന്തോഷിക്കല്ലേ സഹാബാ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരാ, നിന്നെക്കാളും എത്രയോ വലിയ വലിയ കൊലകൊമ്മന്മാര് തോറ്റുപോയതെവിടെയാ? അല്ലാഹുവേ, നിന്നെക്കാളും എത്രയോ കൊലകൊമ്മന്മാര് നീ എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഇമാമിന്റെ പുറകിൽ പോയി ഏതെങ്കിലും രണ്ട് ചെറിയ സൂറത്ത് ഓതിയിട്ട് തലകുത്തി വീഴുന്നവനെ പോലെയല്ല. അല്ലാഹു തന്ന ആയുഷ്കാലം മുഴുവനും പടച്ച റബ്ബിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇബാദത്ത് ചെയ്ത് ജീവിച്ച എത്രയോ പേര് അല്ലാഹുവേ അവസാനം പട്ടിയെ പോലെ ചത്തുപോയെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. വാപ്പാ, നിന്നെ പോലെ ജീവിച്ച മനുഷ്യനല്ല അല്ലാഹുവിന്റെ അർശ് നോക്കിയിട്ട് വിദ്യാർത്ഥികൾക്ക് പാഠമെടുത്തു കൊടുത്ത, വൃക്ഷത്തിന്റെ ഇലയുടെ മുകളിൽ സുജൂദ് ചെയ്താ, ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുന്ന എത്രയെത്രയോ കൊലകൊമ്പന്മാരുണ്ടല്ലോ. അവസാനം കാഫിറായിട്ട് പട്ടിയെ പോലെ ചത്തുപോയെന്ന് ഖുർആൻ വിടെന്ന് പറയുമ്പോ എന്തിന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ചിട്ട് ബൈഅത്ത് ചെയ്ത, മുത്തുനബിയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത, മുത്തുനബി ദുആ ചെയ്യുമ്പോ ആമീൻ പറഞ്ഞ, മുത്തുനബി നിസ്കരിക്കുമ്പോ പുറകിൽ നിന്ന് നിസ്കരിച്ച, മുത്തുനബിയുടെ പുറകിൽ നടന്ന എത്രയോ സ്വഹാബികളുണ്ടല്ലോ, എത്രയോ സഹാബികളുണ്ടല്ലോ. അവസാന കാഫിറായി മരിച്ചുപോയ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ ഹദീസ് നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അല്ലാഹുവിന്റെ കരുണയില്ലാതെ, പടച്ചവന്റെ കരുണയില്ലാതെ, പടച്ചവന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത 5 സമയങ്ങളിൽ ഒന്നാമത്തെ സമയം അത് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ നിന്റെ നാവ് പൊങ്ങലാണ്. അങ്ങനെ പടച്ചവന്റെ കരുണയില്ലാതെ പറയാൻ കഴിയൂല. ഇത് മുത്തുനബിയല്ലേ പറഞ്ഞത്. ഈ ഒരു ദിക്റിന്റെ പ്രതിഫലമെന്ത്? ഈ ഒരു ദിക്റിന്റെ പ്രതിഫലമല്ലേ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ഒന്നാമത്തെ സമയം ഏതെങ്കിലും ഒരു മനുഷ്യന് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ ലോകത്ത് ആർക്കും കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. ഒരു മനുഷ്യന്റെ മുന്നിൽ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് അവന് സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ അല്ലാഹുവിന്റെ ശാപം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ശാപം കിട്ടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് വഅദിന് ഇങ്ങോട്ട് വരുമ്പോ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു, ഞാൻ കുടകിൽ വഅദിന് പോയപ്പോ അന്നത്തെ വഅദിൽ പങ്കെടുത്ത ഒരു കുടുംബം അവസാനം വഅദ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ വണ്ടി ആക്സിഡന്റ് പറ്റി. ആ പ്രിയപ്പെട്ട പിതാവ് മംഗലാപുരം ഹോസ്പിറ്റലിലുണ്ട്. 1 മാസമായിട്ട് ആ ഹോസ്പിറ്റലിന്റെ ഐസിയുവിൽ കിടക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ഉപ്പാനെ കാണാൻ പോയി. പടച്ചവനെ, 10 ലക്ഷം രൂപയോളം ചെലവായി. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ഡോക്ടർ ഇന്നലെ പറഞ്ഞു എല്ലാം കഴിഞ്ഞു, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക. ഞാൻ ഇങ്ങോട്ട് വണ്ടിയിൽ വരുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ, ആ ഉപ്പാന്റെ പൊന്നുമോൻ എന്നെ വിളിച്ചു, ഉസ്താദെ ഞങ്ങളുടെ വാപ്പ പോയി, എന്റെ വാപ്പ മരിച്ചുപോയി ഉസ്താദെ, പക്ഷേ എനിക്ക് വിഷമം തോന്നുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പിതാവ്, ആ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയി, പക്ഷേ എനിക്ക് വിഷമം തോന്നുന്നില്ല.
കാരണം എന്റെ പ്രിയപ്പെട്ട പിതാവ് വഅദിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ആക്സിഡന്റ് പറ്റിയിട്ട് എന്റെ വാപ്പ ഇങ്ങനെ മരിക്കാൻ ഒരു കാരണമായത്. ഉസ്താദെ, എന്റെ വാപ്പ ഇന്ന് ചിരിച്ചു. ഞങ്ങളെ എല്ലാവരെയും നോക്കി ഞങ്ങളുടെ വാപ്പ ചിരിച്ചു. വാപ്പാടെ വായിലേക്ക് ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോ ചിരിക്കുന്ന മുഖത്തോടെ വാപ്പ കുടിച്ചു. എന്നിട്ട് ഞങ്ങളോട് എല്ലാവരോടും സലാം പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ഉറക്കെ പറഞ്ഞിട്ടാ ഞങ്ങളുടെ വാപ്പ മരിച്ചുപോയത്. ഉസ്താദെ, ഇതിനെക്കാളും എന്താ ഞങ്ങൾക്ക് വേണ്ടത്? ഞങ്ങളുടെ വാപ്പയ്ക്ക് അള്ളാഹു കൊടുത്ത ഭാഗ്യം ഇത്രയും ഈ ശഅബാൻ മാസത്തിൽ ഞങ്ങളുടെ വാപ്പയ്ക്ക് അള്ളാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുത്തല്ലോ. ഇതിനെക്കാളും ഇനി എന്താ വേണ്ടത്? ഉസ്താദെ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന ഒരു പ്രാർത്ഥന ചെയ്യണേ എന്ന വസിയത്തോടെ കൂടെയാണ് ആ ചെറുപ്പക്കാരൻ തന്റെ ഫോൺ അങ്ങോട്ട് വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവേ, ആ ഉസ്താദ് പറഞ്ഞു ഞങ്ങളുടെ വാപ്പയുടെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഡോക്ടർമാര് പറയുന്നു. അല്ലാഹുവേ, അതൊന്നുമില്ലാതെ ഞങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിതാവിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പോസ്റ്റ്മോർട്ടം ഇല്ലാതെ ആ പിതാവിനെ വെട്ടിക്കീറാതെ അല്ലാഹുവേ നീ സ്വർഗത്തിലേക്ക് യാത്രയാക്കണേ തമ്പുരാനെ. ഞാൻ ഇങ്ങോട്ട് വണ്ടിയിൽ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന്റെ ഇടയിൽ ഞാൻ കേട്ട വാർത്ത, എന്റെ പ്രിയമുള്ളവരെ, ഈ വെള്ളിയാഴ്ച ദിവസം ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ 11:30 ഒരു മയ്യത്ത് കൊണ്ടുവന്നു. ഒരു സഹോദരിയുടെ ജനാസ കൊണ്ടുവന്നു. ഞാൻ പള്ളിയിൽ നിന്ന് റൂമിൽ നിന്ന് നിസ്കരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പോകുമ്പോ എല്ലാ വെള്ളിയാഴ്ചയും കാണുന്ന ഒരു പിതാവ് എന്നെ വിളിക്കുന്നതിന് വേണ്ടി എന്റെ റൂമിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ, ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് മരിച്ചത്. എനിക്ക് വല്ലാത്ത അത്ഭുതം. എന്നോട് പറഞ്ഞു, ഈ വാപ്പയുടെ ഭാര്യയാണ് മരിച്ചത്. പക്ഷെ ആ മനുഷ്യന്റെ മുഖത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യ മരിച്ചു പോയിട്ട് വലിയ വേദനയൊന്നും കാണുന്നില്ല. ഇവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദെ, ഇന്ന് രാവിലെയും സുബഹി നിസ്കരിക്കാൻ എന്നെ വിളിച്ചവളാ എന്റെ ഭാര്യ. ഇന്ന് രാവിലെയും വെള്ളിയാഴ്ച ദിവസമാണ്, സുഖമില്ലെങ്കിലും എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാൻ വിളിച്ചുണർത്തി എന്റെ ഭാര്യ, എനിക്ക് ചായ തന്ന എന്റെ ഭാര്യ. പള്ളിയിലെ ഉസ്താദ് മദ്രസയിലേക്ക് പോകുമ്പോ പള്ളിയിലെ ഉസ്താദിനെ കണ്ടപ്പോ ചായ കുടിക്കാൻ വരണേ എന്ന് പറഞ്ഞ എന്റെ ഭാര്യ 8 മണിയായപ്പോഴാണ് മരണപ്പെട്ടു പോയത്. അള്ളാഹു ശഅബാ മാസത്തിലെ വെള്ളിയാഴ്ച മരിക്കാൻ എന്റെ ഭാര്യക്ക് ഭാഗ്യം കൊടുത്തല്ലോ. അതിനേക്കാളും എന്തേ എനിക്ക് വേണ്ടത്? അള്ളാഹു അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടല്ലോ. പടച്ചവൻ അവൾക്ക് ഇങ്ങനെ ഒരു മരണം കൊടുത്തല്ലോ. അതിനേക്കാളും എന്തേ വേണ്ടത്? എനിക്കും അങ്ങനെ ഒരു മരണം കിട്ടണമെന്നാണ് ആഗ്രഹം എന്ന് ദുആ ചെയ്യാൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നല്ല മരണങ്ങൾ ഞാനും നിങ്ങളും കേട്ടവരാണ്, കണ്ടവരാണ്. അള്ളാഹു നമുക്കും ഒരു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഒരു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് വെള്ളിയാഴ്ച രാവിൽ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കരുണയുണ്ടെങ്കിലേ ഈ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റും. അതാര് പറഞ്ഞു തന്നാലും. ഇനി ആര് നീ മരിക്കാൻ കിടക്കുമ്പോൾ, അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞത്, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് നിന്ന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. എന്താ, ഓൻ അറിയാഞ്ഞിട്ടാ? ആർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാഞ്ഞിട്ടല്ല, എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ പ്രവാചകൻ പറഞ്ഞു. അപ്പൊ അത്രയ്ക്കും പറയാൻ പാടാ. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണയില്ലാതെ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ കരുണ കിട്ടുന്ന വിഭാഗത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ കരുണ എങ്ങനെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും? അള്ളാഹുവിന്റെ കാരുണ്യം, പടച്ച റബ്ബിന്റെ കാരുണ്യം എങ്ങനെ നമുക്ക് നേടാൻ പറ്റും? എങ്ങനെയാണ് അള്ളാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങാൻ കഴിയുന്നത്? അതിനുള്ള വഴികൾ എന്താണ്? അത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ നീ ചെയ്താൽ അള്ളാഹുവിന്റെ കാരുണ്യം നിനക്ക് കിട്ടുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണെന്ന് ജീവിതത്തിൽ പഠിക്കാൻ, ചെയ്യാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറയുന്ന കാര്യങ്ങൾ, അള്ളാഹു പറഞ്ഞു തരിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്താൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാനുള്ള 5 വഴികളാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ആ 5 വഴികളിൽ ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? ഒരുപാട്
ഒരുപാട് പേരുടെ മയ്യത്തുകൾ കണ്ട, ഒരുപാട് ജനാസകൾ കണ്ട, വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കിയിട്ടുള്ള ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവേ ചിലരുടെ മയ്യത്ത് കാണുമ്പോൾ നിനക്ക് തന്നെ കൊതി തോന്നുമല്ലോ, നീ തന്നെ പറയുമല്ലോ എന്തൊരു പുഞ്ചിരിയാണ്, എന്തൊരു പ്രകാശമാണ്, മരിച്ചെന്ന് പറയില്ലല്ലോ, അവൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന എത്രയോ മയ്യത്തുകൾ കണ്ടവരാ. എങ്കിലും കാണാ പേടിച്ചു പോയ പല മയ്യത്തുകളും നീ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ കരുണ വേണോ, അല്ലാഹുവിന്റെ കാരുണ്യം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഅഖീമുസ്സലാത വആതുസ് സകാത വഅതീഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്ന ഒരു കാര്യം അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ പറഞ്ഞു തരികയാ. 5 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിനെ എഴുതിയ കിതാബ് വാങ്ങണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണ വേണമല്ലോ. നരകത്തിന്റെ തീയുണ്ടല്ലോ, പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച 3000 കൊല്ലം കത്തിച്ച മനുഷ്യരെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ചറപ്പിന്റെ അദാബ് കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറച്ച ആ ഭയാനകമായ നരകമുണ്ടല്ലോ. ലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ പറഞ്ഞ ആ സ്വർഗത്തിൽ പോകണമെങ്കിലും അല്ലാഹുവിന്റെ കാരുണ്യം വേണമല്ലോ. അതിന് തെളിവായിട്ട് പ്രവാചകൻ 500 വർഷം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ പറഞ്ഞ 5 സമയങ്ങളിൽ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണ വേണം. അല്ലാഹുവിന്റെ കരുണ ലഭിക്കണമെങ്കിൽ 5 കാര്യം ചെയ്യണം. ആ 5 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം അല്ലാഹു വിളിക്കുന്നു, വാ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് നന്ദി കാണിക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് നിസ്കരിക്കാ പള്ളിയിലേക്ക് വിളിക്കുമ്പോ ഈ പള്ളിയിലേക്ക് കടന്നു പോയിട്ട് 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു കരുണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, പടച്ചവനെ ആ മനുഷ്യൻ അല്ലാഹു നല്ല മരണം കൊടുക്കുകയാണ്. അവനാരാ? അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നതാരാ? മരിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവേ എന്ന് പള്ളിയിൽ കയറാ പലർക്കും മടിയാണ്. പള്ളിയുടെ മുന്നിലിരുന്നാൽ കേറൂല. നിസ്കാരത്തിന്റെ ശബ്ദം വെളിയിലിരിക്കുമ്പോ നിനക്ക് കേൾക്കാം. എന്നാലും പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ മടി കാണിക്കുന്നവരുണ്ട്. എങ്കിലും എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസം റജബ് 27-ന് നോമ്പ് പിടിച്ചവരല്ലേ? നിസ്കാരത്തിന്റെ വാർഷികമായിരുന്നല്ലോ. ആ നമസ്കാരത്തിന്റെ മാസം കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ മാസം കഴിഞ്ഞു. മുത്തുനബിയുടെ മാസമാണ് റമളാൻ മാസം കടന്നു വരികയാണ്. ഒന്ന് നന്നാകണമെന്ന് നിനക്ക് തോന്നുന്നില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ല. അല്ലാഹുവിന്റെ കാരുണ്യം വേണോ? മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നിന്റെ നാവ് പൊങ്ങണോ? നിസ്കരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളിലധികം പേര് നിസ്കരിക്കുന്നവരാണ്. നല്ലവരാണ്. നിങ്ങൾ മാത്രം പടച്ചവനെ നിസ്കരിച്ചാ മതിയോ? അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുവോ? അതാ അവിടെന്ന് ഖുർആൻ പറഞ്ഞത്, നീ ഒറ്റയ്ക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല. ഖു അൻഫുസകും വഅഹ്ലീകും
അലൈക്കും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞത് നീ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല, നീ നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണേ. അള്ളാന്റെ ഖുർആൻ എവിടെന്ന് പറഞ്ഞത് നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞത്, നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ കരുണ കിട്ടാനുള്ള ഒന്നാമത്തെ വഴി പള്ളിയിൽ പോയി 5 നേരം നിസ്കരിച്ചാൽ മതി. നിനക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. മരിക്കുമ്പോ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനും കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് 5 വഖത്ത് നിസ്കരിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ എത്ര പേര് കൈവക്കും? ഇന്ന് 5 വഖത്ത് ജമാഅത്തായിട്ട് നിസ്കരിച്ചവര്, ഞാൻ കൈവക്കാൻ പറയണില്ല കാരണം എനിക്ക് നാണം കെടാൻ വയ്യ. ഇന്നത്തെ 5 വഖത്ത് സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശ 5 വഖത്തും ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിൽ എത്ര പേര് കൈവക്കും? എന്റെ നിനക്ക് തിരക്കെന്ത്? നിനക്ക് നിസ്കാരം ജമാഅത്തൊന്നും ഇല്ലേ? എന്റെ ജമാഅത്തായുള്ള നിസ്കാരം നിനക്കില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കും, ഭാര്യയും മക്കളും നിസ്കരിപ്പിക്കാറില്ല. സുബഹിക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന വാപ്പ, നിനക്കറിയാം 7 വയസ്സായ മകനോട് അല്ലെങ്കിൽ മകളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലുന്ന ഏത് വാപ്പയുള്ള? നിങ്ങൾ ചിന്തിച്ചേക്ക്. എടാ, നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലുന്ന ഏത് വാപ്പയാ ഉള്ള? നിങ്ങൾ ആലോചിക്ക്. പടച്ചവനെ, ഇന്ന് വരെ ഒരു വാപ്പയും തല്ലിയിട്ടുണ്ടാവില്ല, ഈ സദസ്സിരിക്കണ ഒരു വാപ്പയും. എന്നാ വേറെ പല കാര്യങ്ങൾക്കും മക്കളെ തല്ലി, എന്നാ നിസ്കരിക്കാത്തതിന്റെ പേരിൽ തല്ലൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അത് 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. ഇവിടെ 18 വയസ്സുകാരൻ വീടിനകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. വാപ്പ തല്ലാറുണ്ടോ? വാപ്പ തല്ലാറുണ്ടോ? ഉമ്മ തല്ലാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വാപ്പ എങ്ങനെ ആകണമെന്ന് ഉമർ തങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവരോടുള്ള ബാധ്യത കഴിഞ്ഞു, അവനായി അവന്റെ പാടായി, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവനായി അവന്റെ പാടായി. അങ്ങനല്ല വാപ്പ. നീ സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ നിന്റെ അടുത്ത റൂമിൽ കിടക്കുന്ന പ്രായപൂർത്തിയായ മകനെയും മകളെയും നീ വിളിച്ചുണർത്തണം. ഇനി കല്യാണം കഴിഞ്ഞതാണെങ്കിൽ അപ്പോഴും വിടരുത്, പോയി വിളിക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചു വിട്ട പൊന്നുമോൾ മണിയറയ്ക്കകത്ത് കിടക്കുക ഭർത്താവിന്റെ കൂടെ. എന്നാലും വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും, ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കുമോളെ. അതാ വാപ്പ. കെട്ടിച്ചു വിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് മുത്തുനബി വിളിക്കുമായിരുന്നു നിസ്കരിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന സുബഹിക്ക് പടച്ചവനെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന വാപ്പയോട് എനിക്ക് പറയാനുള്ളത്, വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന ഭാര്യയെയും വിളിച്ചുണർത്തണം, മക്കളെയും വിളിച്ചുണർത്തണം. വിളിച്ചുണർത്തിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? പടച്ചവരെ, ഭാര്യയെയും മക്കളെയും നിസ്കരിക്കുന്നതിന് വേണ്ടി വിളിച്ചുണർത്തുന്ന ഒരു കുടുംബത്തിന് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ മക്കളുടെ റൂമിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. തന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തി. എന്നിട്ട് തന്റെ മക്കളുടെ റൂമിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് പറയുന്ന, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. തന്റെ മക്കള് ഉറങ്ങുകയാണ്, നിസ്കരിക്കാൻ എഴുന്നേക്കുന്നില്ല. ആ സമയത്ത് വാപ്പ തന്റെ മക്കളുടെ ചാരത്ത് പോയിരിക്കും. എന്നിട്ട് ഖുർആനിലെ ഒരായത്ത് ഓതുകയാണ്. ഉറങ്ങുന്ന മക്കളുടെ ചാരത്ത്, നിസ്കരിക്കാൻ വിളിച്ച എഴുന്നേക്കാത്ത മക്കളുടെ ചാരത്ത് ഒരു പിതാവ് ചെന്നിരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതുകയാ. ഓതിക്കൊടുക്കുവാപ്പാ, ഈ ആയത്ത് നിന്റെ പൊന്നാര മക്കളുടെ ചെവിയിലും ഓതിക്കൊടുക്ക്. ഏത് മോനും വിശ്വാസമുണ്ടോ? മരിക്കേണ്ടവനാണെന്നുള്ള വിശ്വാസമുണ്ടോ? ഖബറിന്റെ അകത്ത് കിടക്കേണ്ടവനാണെന്നുള്ള വിശ്വാസമുണ്ടോ? എങ്കിൽ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് നാളെ മുതൽ സുബഹിക്ക് എഴുന്നേറ്റ് ചെന്നിട്ട് മക്കളോട് പറയണം, എഴുന്നേറ്റ് നിസ്കരിക്കണം. ഇല്ല വാപ്പാ, ഇല്ല വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടക്കുന്ന മക്കളുടെ ചെവിയില് അവിടുന്ന് ഖുർആനിലെ ഒരായത്ത് ഓതി കൊടുക്കണം. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അല്ലാഹുവിന്റെ
ഖുർആനാ പറയുന്നത്. ഓതിക്കൊടുക്കേണ്ട ആയത്തേതെന്നറിയുമോ? ഓതിക്കൊടുക്കേണ്ട ആയത്തേതെന്നറിയുമോ? ഈ ആയത്ത് ഓതിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഈ ആയത്തിന്റെ അകത്തല്ല പറയുന്നത് എന്തെന്നറിയുമോ? വാപ്പാ നേരെ ഇരുന്ന് കേൾക്കു വാപ്പാ. ഈ സദസ്സിലിരിക്കുന്ന പല വാപ്പമാരും പല ചെറുപ്പക്കാരും ഉസ്താദേ കച്ചവടമൊക്കെ വല്ലാതെ തകർന്നിരിക്കുകയാണ്. ഗൾഫ് മുഴുവനും തകർന്നു. പടച്ചവനെ കടയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് പോലും പൈസ കൊടുക്കാറില്ല. വല്ലാത്ത പ്രതിസന്ധിയിലോ. എങ്ങനെയാണ് മക്കളെ പോറ്റി വളർത്തുന്നത്? എങ്ങനെയാണ് മക്കളുടെ വിവാഹം നടത്തുന്നത്? അല്ലാഹുവേ വല്ലാത്ത പ്രയാസം പറയുന്നവര് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. അതാ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ഏതെങ്കിലും ഒരു വാപ്പ, അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ്, അല്ലാഹുവേ രാവിലെ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് 18 വയസ്സ് തികഞ്ഞ പൊന്നുമോളെ, മോളെ നിസ്കാരം നിർബന്ധമാ, മോളെ നിസ്കാരം നിർബന്ധമാ, എഴുന്നേക്കടി പൊന്നുമോള്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ കിടപ്പറക്കകത്ത് കിടന്നുറങ്ങുന്ന മക്കളുടെ വീടിന്റെ കവാടത്തിൽ ചെന്നിട്ട് അതാ അവിടെന്ന് തട്ടികെട്ട് വിളിക്കുന്ന മോളെ, എഴുന്നേക്ക് മോളെ, നിസ്കരിക്കാതെ ഈ വീടിന്റെ അകത്ത് കിടന്നുറങ്ങല് എന്ന് പറഞ്ഞുകൊണ്ട് മകളെയും മരുമകനെയും നിസ്കരിക്കാറ് വിളിച്ചുണർത്തുന്ന ഉമ്മ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ആയത്ത് പഠിച്ചോ. ഈമാൻ ഉണ്ടെങ്കിൽ ഈ ശഅബാനിന്റെ രാത്രി ഇവിടെ ഇരുന്നിട്ട് നാളെ മുതൽ ഓതാൻ ഈ ആയത്ത് പഠിച്ചോ. സൂറത്തു ത്വാഹയാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ. ആ സൂറത്തു ത്വാഹയുടെ 136ാമത്തെ ആയത്തെടുത്ത് പഠിച്ചു വെച്ചോ. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖുഹു. അല്ലാഹുവേ, ഉമർ തങ്ങൾ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹു മക്കൾക്ക് പറഞ്ഞു കൊടുക്കാ. നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഈ ആയത്ത് പഠിച്ചു വെച്ചോ. ഏത് നിസ്കരിക്കാതെ കിടങ്ങുന്ന ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും അവരുടെ ചാരത്ത് ചെന്നിട്ട് നാളെ മുതൽ ഈ ആയത്ത് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞു കൊടുക്കോ? മടി വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞു കൊടുക്കോ? ഈ ആയത്ത് നീ ഓതിക്കൊടുത്താൽ നിനക്കും അല്ലാഹു തരും. നീ പേടിക്കണ്ട. ഓതുന്ന നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും നിന്റെ മക്കൾക്കും അല്ലാഹു തരുന്ന പ്രതിഫലം, നിന്റെ കുടുംബത്തിന് അല്ലാഹു തരുന്ന പ്രതിഫലം. ഖുർആനാ പറഞ്ഞ, ഹദീസല്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. വിശ്വാസമുണ്ടെങ്കിൽ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തേ പറഞ്ഞു കൊടുക്കേണ്ടത്? നീ 10 വയസ്സുകാരനോട് പറഞ്ഞു കൊടുക്കും, ഡാ മോനേടാ പഠിക്കടാ, പരീക്ഷ 10ാം ക്ലാസ് തുറക്കുന്നതിന് മുമ്പേ. 10ാം ക്ലാസ് ഇപ്പൊ പരീക്ഷ കഴിഞ്ഞില്ലേ? ഇപ്പൊ 10ാം ക്ലാസിന്റെ പരീക്ഷ, 10ാം ക്ലാസിന്റെ പരീക്ഷ കഴിഞ്ഞു. ഇപ്പൊ വെക്കേഷൻ. ഇപ്പൊ എന്താ പരിപാടി? വെക്കേഷൻ. ഇപ്പൊ വാപ്പായും ഉമ്മായും ചെയ്യുന്ന എന്തിനാ? റോഡിന്റെ സൈഡിൽ 2 ബെഞ്ചും ഡെസ്കും പിടിച്ചിട്ട് അല്ലാഹുവേ പടച്ചവനെ കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്ക, കുറച്ച് ഉപ്പിലിട്ട മാങ്ങ കൊണ്ടുവച്ചിട്ട് ബിസിനസ് പണക്കാരനാക്കാൻ നോക്കാൻ നീ. ഇന്ന് വാപ്പയിന്നെന്താ? ചെറിയ മക്കള് 10ഓ 12ഓ പൈസ ഉള്ളൂ, അവനെ കൊണ്ടുപോയി റോഡിന്റെ ചാരത്തിരുന്നിട്ട് അംബാനിയാക്കാൻ പഠിപ്പിക്കുന്നു നിങ്ങൾ അല്ലേ? അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ? ഇന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ 10ാം ക്ലാസ് ഒക്കെ വരുന്നു. ഇപ്പൊ പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, സ്കൂള് തുറന്നില്ല. നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്, തോക്കിനകത്ത് കയറി വെടി വെക്കുക. 10ാം ക്ലാസ്സില് ഇനി സ്കൂള് തുറന്ന് പഠിപ്പിക്കണ്ട, സാറന്മാര് പഠിപ്പിക്കുന്നതിന് മുമ്പ് ട്യൂഷന് വിട്ടു തുടങ്ങും. ഇപ്പൊ അങ്ങോട്ട് തന്നെ ഈ വെക്കേഷന്റെ സമയം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എന്തിനാ മക്കളോട് പറഞ്ഞു കൊടുക്കും, നല്ലപോലെ പഠിക്കണം, മൊത്തം A+ വാങ്ങണം. A+ വാങ്ങിച്ച് ജയിച്ചാലേ നല്ല ഭാവി ഉണ്ടാകത്തുള്ളൂ, നല്ല ജോലി കിട്ടത്തുള്ളൂ, നല്ല പൈസ കിട്ടത്തുള്ളൂ, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടത്തുള്ളൂ. എല്ലാം എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? എങ്കിലും വാപ്പ നിനക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒന്നുമല്ല, വാപ്പ പറഞ്ഞു കൊടുക്കേണ്ട അതൊന്നുമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മഹാനായ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ലാ നസ്അലുക റിസ്കാ. മോനെ, നിനക്ക് നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട. അല്ലാഹു പറയുന്നു, നിന്റെ ഭക്ഷണം തേടിയിട്ട് നീ നടക്കണ്ട, നിന്റെ റിസ്ക് തേടിയിട്ട് നീ നടക്കണ്ട. റിസ്ക് തരുന്നവൻ ഞാനാ, ഭക്ഷണം തരുന്നവൻ ഞാനാ. മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാം ഭക്ഷണം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവാണ് പറയുന്നത്. അല്ലാഹുവേ, നിസ്കരിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കളെ മക്കളെ വിളിച്ചുണർത്തിയ അല്ലാഹു പറയുന്നു, വാപ്പാ പൊന്നുമകന്റെ അടുക്ക പറഞ്ഞു കൊടുക്കണം, എടാ ടെൻഷൻ അടിക്കണ്ട, നീ കിടന്നു പരക്കമ്പായണ്ടോ, നീ കിടന്നു നെട്ടോട്ടമോടണ്ടോ, നീ തലകുത്തി നിന്ന് പഠിക്കണ്ട. എന്റെ പ്രിയമുള്ളവനെ, 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ മോനെ, മരിക്കുന്ന കാലം വരെ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരാമെന്ന് നിന്നെ പടച്ച അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവാണ് പറയുന്നത്, എനിക്കെന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് യാതൊരു പേടിയുമില്ല. എനിക്കെന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് യാതൊരു പേടിയുമില്ല. അല്ലാഹു പറഞ്ഞു, സിറാജേ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. 5 നേരം നീ നിസ്കരിക്കണേ, നിന്റെ ഭാര്യയെയും മക്കളെയും നിസ്കരിപ്പിക്കട്. അങ്ങനെ നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരാളാ. എടാ സിറാജേ, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാ. കാരണം നീയല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഞാനാണ് റിസ്ക് തരുന്നത്. പറഞ്ഞു കൊടുക്കണം ബാപ്പാ, പറഞ്ഞു കൊടുക്കണം ബാപ്പാ. മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ മക്കൾക്കും അല്ലാഹു ഭക്ഷണം തരും. പറഞ്ഞത് അല്ലാഹുവാണ്. അല്ലാഹു പറഞ്ഞ വാക്കു പാലിക്കുന്നവരാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നീ 5 നേരം നിസ്കരിക്കണം. നിന്റെ കുടുംബത്തെ നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ നിനക്കും മക്കൾക്കും ഉള്ളത് അല്ലാഹു തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് വിശ്വസിക്കാൻ വയ്യേ? എന്ത് വിശ്വസിക്കാൻ ഒരു മടി? അല്ലാഹു പറയുന്നു, നീ 5 നേരം നിസ്കരിക്കണം, നിന്റെ കുടുംബത്തെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കണം. ഇങ്ങനെ ചെയ്താ ഞാനാ റിസ്ക് തരുന്നേ, നീയല്ല. നീ വിചാരിക്കും നീ ജോലിക്ക് പോയാലേ നിന്റെ കുടുംബത്തെ പോറ്റാൻ പറ്റൂ. നീ വിചാരിക്കുന്നത് സിറാജ് വാഴ്ദിന് പോയാലേ, അല്ലെങ്കിൽ പള്ളി ജോലിക്ക് പോയാലേ, അല്ലെങ്കിൽ നീ കടയിൽ പോയി ശരീവക്ക യൂസഫക്ക കടയിൽ പോയി ഇരുന്നാലേ എന്റെ കുടുംബത്തെ പോറ്റാൻ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് രോഗം പിടിച്ചടക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്നും വേണ്ട. നമുക്ക് അങ്ങനെ വിശ്വാസം വേണ്ട, അത് തെറ്റിദ്ധാരണയാണ്. കാരണം ഞാൻ എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അല്ലാഹു എനിക്കുള്ളത് മൊത്തം എഴുതി വെച്ചിരിക്കുക. ഇനിയിപ്പോ മാറ്റാൻ പറ്റുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസമാണ് മാറ്റേണ്ടത്. നമുക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്, കിട്ടാനുള്ള പൈസ എഴുതി വെച്ചിട്ടുണ്ട്. അത് അല്ലാഹു എഴുതി വെച്ചത് അത് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നീ നിന്റെ വിശ്വാസം മാറ്റ്. ഒരു ദിവസം നീ ജോലിക്ക് പോയില്ലെങ്കിൽ നിന്റെ കുടുംബം പട്ടിണിയാകുമെന്ന് കരുതുന്ന മനുഷ്യ, നീ മരിച്ചുപോയ നിന്റെ മോളെ ആര് കെട്ടിക്കും? നീ മരിച്ചുപോയാൽ നിന്റെ പെണ്ണുപിള്ളക്ക് ആര് ചിലവന് കൊടുക്കും? അല്ലാഹു കൊടുക്കും. ആ അല്ലാഹു തന്നെയാ പറഞ്ഞേ, 5 നേരം നീ നിസ്കരിക്ക്, ഭാര്യയും മക്കളെയും വിളിച്ചുണർത്ത് നിസ്കരിപ്പിക്ക്. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിനക്ക് അന്നം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് വാപ്പ. ഇതാണ് വാപ്പ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതെങ്ങനെ വാപ്പ പറയോ? ഏതെങ്കിലും ഉമ്മ പറയോ? അതെങ്ങനെ പറയാനാ? ഏത് വാപ്പയ്ക്കാ ധൈര്യമുള്ളത്? അടുത്ത റൂമിൽ കിടക്കുന്ന 18 വയസ്സുകാരനെ പോയി വിളിച്ചിട്ട്, ആ എഴുന്നേറ്റ് പള്ളിയിൽ പോടാ. മോൻ പറയാ, ആദ്യം നിങ്ങളൊന്ന് പോ. ഏത് വാപ്പയ്ക്കാ പോയി പറയാൻ അവകാശമുള്ളത്? നിനക്ക് അവകാശമില്ല, കാരണം നീ പോകാറില്ല. നിന്നെ ചെറുപ്പം മുതലേ കണ്ടാ പഠിച്ച ഈ മോള് ഉമ്മ നിസ്കരിക്കുന്നത് വരെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ പോയി പറയാൻ? എന്താ പറയാ, രണ്ടിനെ ഒരു വണ്ടിക്ക് കെട്ടാൻ പറ്റും? അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെയില്ല സഹോദരങ്ങളെ. നിസ്കരിക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖുഹു വൽ ആഖിബത്തു ലിത്തഖ്വാ.
അല്ലാഹു പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മനുഷ്യ, ഒരു നല്ല മരണം അല്ലാഹു നിനക്ക് തരും ബാപ്പാ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. നിനക്കൊരു നല്ല മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ മരണം വേണോ? എപ്പോഴും പറയും ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ചയാണ്, തഹജ്ജുദ് നിസ്കരിച്ചിട്ടിരിക്കുമ്പോഴാണ്. എന്റെ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോ വെള്ളം കുടിച്ചിട്ട് പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിനക്കൊരു നല്ല മരണം വേണോ? നിനക്കൊരു നല്ല മരണം വേണോ? നാളെ മക്കളോട് പറയണം, എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം ചിരിക്കുന്ന മുഖത്തോടെയുള്ള യാത്രയാ, സ്വർഗം കണ്ടിട്ടുള്ള മരണമാ. നിന്നെ കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനുള്ള ഭാഗ്യമാ. പറഞ്ഞു കൊടുക്കാൻ കഴിയണം ചെറുപ്പക്കാരാ, പറഞ്ഞു കൊടുക്കാൻ കഴിയണം ബാപ്പാ. ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നെല്ലാവരും പടച്ചവനെ ഫുട്ബോൾ കളി നടക്കുമ്പോ പാതിരാത്രി 12 മണി വരെ, 1 മണി വരെ, 2 മണി വരെ പടച്ചവനെ ഫുട്ബോൾ കളി കണ്ടിട്ട് സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന യുവത്വേ, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾക്ക് നടക്കുന്ന യുവത്വേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസ്കരിക്കടാ. ഒരു നല്ല മരണം വേണമെന്ന് നിനക്ക് കൊതിയില്ലേ മോന്? നിന്നെ പോലെ എത്രയെത്രയോ ചെറുപ്പക്കാര് വികാരമുള്ള, മോഹങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള, ഒരുപാട് പ്രതീക്ഷകളുമായി കഴിയുന്ന എത്രയോ ചെറുപ്പക്കാരുടെ ചരിത്രം നിനക്കറിയാ. അല്ലാഹുവേ, എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നടാ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ശത്രുക്കളെ പിടിച്ചു കൊണ്ടുപോയി കൊല്ലുന്നതിന് വേണ്ടി പടച്ചവനെ തൂക്കുമരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. തൂക്കുമരത്തിന്റെ മുന്നിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. പടച്ചവനെ താഴെ നിൽക്കുന്ന ശത്രുക്കൾ മുഴുവനും ഹുബൈബിന്റെ കൂട്ടുകാരാ. അവിടെന്ന് പറഞ്ഞു, ഹുബൈബേ, എന്തിനാ ചെറുപ്രായത്തിൽ മരിക്കുന്നത്? എന്തിനാടാ വെറുതെ ചാകുന്നത്? നീ എങ്ങനെയെങ്കിലും പുതിയ മതത്തിൽ നിന്നൊന്ന് തിരിഞ്ഞു വരുവോ? നിനക്ക് ഞങ്ങൾ പണം തരാ, നിങ്ങൾക്ക് ഞാൻ അധികാരം തരാ, ഏത് സുന്ദരിയായ പെണ്ണിനെയും നിനക്ക് വിവാഹം കഴിച്ചു തരാ. എന്തിനാ ചാകുന്നത്? ഇറങ്ങി വാടാ. കൂടെ പഠിച്ച സഹപാഠികൾ മുഴുവനും ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തിരിച്ചു വിളിക്കുമ്പോ, എനിക്ക് അല്ലാഹുവാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് തൂക്കുമരത്തിന്റെ മുന്നിൽ ഹുബൈബ് നിൽക്കുകയാണ്. അവസാനം അവര് പറഞ്ഞു, ഒരാൾക്കും കൊടുക്കാത്ത ഒരു ഓഫർ നിനക്ക് തരാ. നീ മതമൊന്നും മാറണ്ട, നിന്റെ നേതാവിനെ കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പറ. അതിന് ഹുബൈബ് തയ്യാറായില്ല. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അവസാനം തൂക്കി കൊല്ലാ സമയമായപ്പോ ഖുറൈശികൾ പറഞ്ഞു, ഹുബൈബേ, കൊല്ലാൻ പോവുകയാണ്, നിന്നെ കൊല്ലാൻ പോകുകയാണ്. ചാകുന്നതിന് മുമ്പ് വല്ല അഭിലാഷമുണ്ടെങ്കിൽ പറ ഹുബൈബ്, ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ. അവിടുന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത്, ഉമ്മാനെ കാണണമെന്നല്ല, വാപ്പയെ കാണണമെന്നല്ല, പടച്ചവനെ എന്റെ ജീവന് തിരിച്ചു തരണമെന്നല്ല. ഹുബൈബ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ ഒരവസരം തരുവോ? എനിക്ക് അല്ലാഹുവിനോടൊന്ന് സംസാരിക്കണം. എന്നെ പടച്ച ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബുൽ ഇസ്സത്തായ കാരുണ്യത്തിന്റെ കടലായ എന്റെ ഉമ്മയെക്കാൾ എന്റെ വാപ്പയെക്കാൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ റബ്ബുണ്ടല്ലോ, എനിക്ക് ആ റബ്ബിനെ ഒന്ന് കാണണം, എനിക്ക് ആ റബ്ബിനോടൊന്ന് സംസാരിക്കണം. അവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം ചോദിക്കുകയാ. പടച്ചവര് അവിടുന്ന് പൊതുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്നാണ് നിസ്കരിച്ചത്. ചെറിയ സൂറത്താണ് ബോധിയത്, ചെറിയ സൂറത്താണ് ബോധിയത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഹുബൈബ് ഇരുന്ന് കരയുകയാ. സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ്, ഞാൻ
ഞാൻ വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാ സാധാരണ നിസ്കരിക്കാറുള്ളത്. വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കാറുള്ളൂ. ഇന്ന് ചെറിയ സൂറത്ത് ഓതാറുള്ള കാരണം എന്തെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കേണ്ടത് ഖുൽ ഹുവല്ലാഹ് ഓതിയിട്ടല്ല, സൂറത്തുൽ കൗസർ ഓതിയിട്ടല്ല. ഖുർആൻ ഓതാൻ അറിയാത്തവരുടെ കാര്യമല്ല. വാപ്പാ വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് വേണം നിസ്കരിക്കാൻ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിനക്കറിയുന്ന ഏറ്റവും വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നിസ്കാരം ദീർഘിപ്പിച്ചാൽ അല്ലാഹു അവന്റെ മരണം എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവരെ, ഒരുപാട് കിടന്ന് സക്കറാത്തിന്റെ വരി വലിക്കണ്ട. 3-4 ദിവസം കിടന്ന് വലിക്കുന്നവരെ കാണാ. ഇപ്പത്തീരുമെന്ന് പറഞ്ഞ് കുടുംബക്കാര് മുഴുവനും ലീവ് എടുത്തിട്ട് വീടിന്റെ പരിസരത്തിൽ ഉറക്ക ഒഴിച്ചിട്ട് വന്ന് കാത്തു നിന്നിട്ട് മരിക്കാതെ വരുമ്പോ അവസാനം അവിടെ നിന്ന് വെറുപ്പോടെ ഇറങ്ങി പോകുന്ന രംഗം കാണുന്നവരല്ലേ. വാപ്പാ, നിനക്കറിയുന്ന ചെറുപ്പക്കാരാ, നിനക്കറിയുന്ന ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏത് സൂറത്താണോ, ഏത് വലിയ സൂറത്താണോ നിനക്കറിയുന്നത്, അത് ഓതിയിട്ട് നിസ്കരിക്കുമോനെ, അത് ഓതിയിട്ട് നിസ്കരിക്കു പെങ്ങള്. അല്ലാഹു നിന്റെ മരണം എളുപ്പമാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.